നമസ്കാരം, ഞാൻ ഡോക്ടർ സോഫിയ സലീം, പട്ടം SUT ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ആണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശ്വാസകോശ രോഗങ്ങളിൽ കാണുന്ന എമർജൻസി സിറ്റുവേഷൻസിനെ പറ്റിയാണ്. ശ്വാസകോശം സംബന്ധിച്ചുള്ള എമർജൻസി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആദ്യം മനസ്സിൽ വരിക ശ്വാസതടസ്സം അല്ലെങ്കിൽ ശ്വാസം മുട്ടാണ്. അപ്പം ശ്വാസം തടസ്സം ഒരിക്കലും അനുഭവപ്പെട്ടിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും അതിൻ്റെ അതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റും. അപ്പം ശ്വാസം മുട്ട് വരാനായിട്ടുള്ള പല എന്തൊക്കെ കാരണങ്ങളാണെന്ന് നമുക്ക് നോക്കാം. സാധാരണ എമർജൻസി ആയിട്ട് ശ്വാസം മുട്ട് വരുന്നത് ഒന്ന്, നമുക്ക് ശ്വാസനാളത്തിലെ ഒബ്സ്ട്രക്ഷൻ അതാണ് ഫസ്റ്റ് ഫോർമോസ്റ്റ്. അത് ഒരു എമർജൻസി സിറ്റുവേഷൻ ആണ്. രണ്ടാമതായിട്ട് നമുക്ക് ശ്വാസകോശങ്ങളിലും ശ്വാസനാളികളിലും വരുന്ന കണ്ടീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ശ്വാസം മുട്ട്. മൂന്നാമത് നമുക്ക് പ്ലൂറൽ ഡിസീസസ്, നമ്മുടെ ലങ്ങിനെ ആവരണം ചെയ്യുന്ന പ്ലൂറൽ മെംബ്രെയിൻസിൽ അതിൻ്റെ ഇടയിൽ വെള്ളം കെട്ടുകയോ ആ പ്ലൂറലിൽ വരുന്ന ഇൻഫെക്ഷൻസ് കാരണം വരുന്നയോ ശ്വാസതടസ്സം. 4, നമുക്ക് ചെസ്റ്റ് വാൾ, നമുക്ക് നമ്മുടെ ലങ്ങിനെ കവർ ചെയ്യുന്ന ചെസ്റ്റ് വാൾ ഉണ്ടല്ലോ, മസിൽസും ടിഷ്യൂസും, അതിനെയൊക്കെ ബാധിക്കുന്ന അസുഖങ്ങളാണ് അടുത്തതായി. പിന്നെ ലാസ്റ്റ് നമ്മുടെ ലങ് വോളിയം റെഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷൻസ്. അതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് ശ്വാസം മുട്ട് ഉണ്ടാകുകയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് കാഷ്വാലിറ്റിയിലോ എമർജൻസി ഫെസിലിറ്റീസിലോ നമുക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കുക. അപ്പം ആദ്യം പറഞ്ഞ ഇതാണ് എയർവേ ഒബ്സ്ട്രക്ഷൻസ്. എയർവേ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഒരു ഡയർ എമർജൻസിയാണ്. നമുക്ക് ശ്വാസനാളത്തിൽ എന്തെങ്കിലും തടസ്സം ഉണ്ടാവുക. അതിന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ ആണ്. എന്തെങ്കിലും നമുക്ക് കുട്ടികളിലും വലിയ ആൾക്കാരിലും സാധാരണമായി നമുക്ക് ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ കാണുന്നത്. സാധാരണ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പം, സംസാരിക്കുന്നത്, നമുക്ക് നടന്നുകൊണ്ടിരിക്കുമ്പം അല്ലെങ്കിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഭക്ഷണം കഴിക്കുന്നത്. പിന്നെ സാധാരണ എക്സ്ട്രീംസ് ഓഫ് ഏജിലാണ് നമുക്ക് ആസ്പിറേഷൻ എന്ന് വെച്ചാൽ ഫോറിൻ ബോഡി ആസ്പിറേഷൻ സാധാരണയായി ഉണ്ടാകുക. എക്സ്ട്രീംസ് ഓഫ് ഏജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികളിലും 1 വയസ്സിൽ താഴെ എന്തെങ്കിലും സാധനം വായിലെടുത്തിട്ട് അത് ശ്വാസനാളത്തിലോട്ട് പോവുകയും, പിന്നെ അല്ലാത്തത് നമുക്ക് തീരെ പ്രായം കൂടിയ ആൾക്കാരിൽ അവരുടെ ഡെഞ്ചേഴ്സ് ഊരിപ്പോവുകയും, പിന്നെ അതുപോലെ അവരുടെ ന്യൂറോളജിക്കൽ മെക്കാനിസംസ് എല്ലാം കുറച്ച് ഇമ്പയർഡ് ആയിരിക്കും. അതുകൊണ്ട് അവർക്ക് ആഹാരം കഴിക്കുന്നത് ശ്വാസനാളത്തിലോട്ട് പോകാനായിട്ട്, ആസ്പിറേറ്റ് ചെയ്യാനായിട്ട് അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ് കുറയുമ്പോഴത്തേക്കും, അതുപോലെ ന്യൂറോളജിക്കൽ മെക്കാനിസംസ് എല്ലാം ഇമ്പയർഡ് ആകുമ്പോൾ ശ്വാസനാളത്തിലോട്ട് ആഹാരം പോകാൻ, മറ്റു സാധനങ്ങളും പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ഇത്. അല്ലാതെ നമുക്ക് മധ്യവയസ്സിൽ കാണുന്നത് യൂഷ്വലി നമുക്ക് മദ്യപാനികളിലാണ്. അവർക്ക് ബോധം നശിക്കുമ്പം നമുക്ക് എന്തെങ്കിലും പിന്നെ നമ്മളുടെ വായിലുള്ള വസ്തുക്കളൊക്കെ ശ്വാസനാളത്തിൽ പോകാനും സാധ്യതയുണ്ട്. അപ്പം അത് ഈ കണ്ടീഷൻ ഫോറിൻ ബോഡി ആസ്പിറേഷൻ സാധാരണ ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഈ ഫോറിൻ ബോഡി പോയിട്ട് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നത് പാർഷ്യൽ ഒബ്സ്ട്രക്ഷനും കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷനും ആവാം. ഒരു പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്വാസോച്ഛ്വാസം ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ട്, കുറച്ചെങ്കിലും വായു ഉള്ളിലോട്ട് പോകുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിലോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ വരുമ്പോഴത്തേക്കും അത് ആ ഒരു സമയത്ത് ആൾക്ക് മെഡിക്കൽ എയ്ഡ് കിട്ടിയില്ലെങ്കിൽ അപ്പം തന്നെ മരണം സംഭവിക്കാം. ഇത് നമുക്ക് അതിൽ സഡനായിട്ടുള്ള ഫുഡ് കയറിയിട്ടുള്ള നമുക്ക് കംപ്ലീറ്റ് ഒബ്സ്ട്രക്ഷൻ കൊണ്ടിട്ടുള്ള നമുക്ക് അപ്പം എമർജൻസി ഒരു പ്രൊസീജിയറാണ്. അപ്പം നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കാരും നമുക്ക് ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്ക് തന്നെ ആ രോഗിയുടെ രക്ഷയ്ക്ക് എത്താവുന്നതാണ്. മറ്റേ നമ്മൾ സാധാരണയായിട്ട് അറിയുന്ന പോലെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ കമത്തി ഇട്ടിട്ട് അവരുടെ മുതുകത്ത് 2 ഷോൾഡർ ബ്ലേഡ്സിൻ്റെ ഇടയിൽ നന്നായിട്ട് കംപ്രസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്ഡോമിനൽ ത്രസ്റ്റ് എന്ന് പറയും. നമ്മൾ ബാക്കിലൂടെ വയറ്റിൽ പിടിച്ചിട്ട് നമ്മളുടെ നെഞ്ചിൻ്റെ എല്ലിന് താഴെ വെച്ചിട്ട് സ്റ്റേണത്തിന് താഴെ നമുക്ക് കംപ്രഷൻ കൊടുക്കുക. ചെസ്റ്റ് കംപ്രഷനും പിന്നെ ബാക്ക് ത്രസ്റ്റും. ഇതൊക്കെയാണ് നമുക്ക് എമർജൻസിക്ക്. ഇതല്ലെങ്കിൽ പേഷ്യൻ്റ് കെട്ട് വീഴുകയാണെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് CPR സ്റ്റാർട്ട് ചെയ്യണം. അത് CPR കൊടുക്കുമ്പോൾ തന്നെ മിക്കവാറും ഫോറിൻ ബോഡി വെളിയിലോട്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ പാർഷ്യൽ ഒബ്സ്ട്രക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊച്ചു കുട്ടികളിലാണെങ്കിൽ നമുക്ക് ഈ ഒബ്സ്ട്രക്ഷൻ വരുന്നത് നമുക്ക് ഫാരിങ്സിലാവാം. എന്ന് വെച്ചാൽ നമ്മുടെ നാക്കിൻ്റെ പുറകിലുള്ള
ഭാഗത്തും ആകാം, താഴോട്ട് ശ്വാസനാളത്തിലും പോകാം. അപ്പോൾ നമുക്ക് കാണുന്ന രീതിയിലുള്ള ഒരു ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ നമുക്കത് വിരലിട്ട് തന്നെ നമുക്ക് ഒന്ന് സ്വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും സ്വൈപ്പ് ചെയ്യുക. ഈ ഒരു അവസരങ്ങളിലൊക്കെ നമ്മളുടെ എയർവേ സെക്യൂർ ചെയ്യുന്നതാണ് ഏറ്റവും ഒരു നമ്മൾ ചെയ്യേണ്ട ട്രീറ്റ്മെന്റ്. തീർച്ചയായിട്ടും നമുക്ക് എയർവേ ഒബ്സ്ട്രക്ഷന്റെ റീസൺ ഞാൻ പറഞ്ഞില്ലേ, മിക്കവാറും അത് ഫോറിൻ ബോഡി ഒബ്സ്ട്രക്ഷൻ തന്നെയാകാം. പിന്നെ മറ്റ് റീസൺസ് നമുക്ക് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകുന്നത് നമുക്ക് വേറെ എന്തെങ്കിലും ട്യൂമർ ഒബ്സ്ട്രക്ഷനോ അതൊക്കെ അത്ര പെട്ടെന്ന് വരുന്നതായിരിക്കത്തില്ല. പിന്നെ രണ്ടാമതായിട്ട് മുട്ടിന്റെ ഒരു മെയിൻ കാര്യം നമുക്ക് ഞാൻ പറഞ്ഞ ശ്വാസനാളങ്ങളിലും ശ്വാസനാളികളിലും ശ്വാസകോശങ്ങളിലും ഉണ്ടാകുന്ന അവസ്ഥകളാണ്. അത് പ്രധാനമായിട്ടും ആസ്മ, COPD അങ്ങനെയുള്ള അസുഖങ്ങളാണ്. എല്ലാവർക്കും നമ്മൾ ആസ്മയും COPDയും മൂർച്ഛിച്ചാണ് യൂഷ്വലി ആൾക്കാർ എമർജൻസി റൂമിലോട്ട് വരിക. ഇപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് ആസ്മയും COPDയും കൃത്യമായിട്ട് അത് ട്രീറ്റ് ചെയ്യുകയും ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്ക് വന്നാൽ എന്ന് വെച്ചാൽ നമുക്ക് ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി വർദ്ധിക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമുക്ക് റെസ്പിറേറ്ററി റേറ്റ് ഒരു 25-ലധികമാകുക, അങ്ങനെയൊക്കെ. പിന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് 100-ലധികമാകുക, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും വൈദ്യസഹായം ഇമ്മീഡിയറ്റ് ആയിട്ട് തേടേണ്ടതാണ്. ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഓക്സിജൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെ അനുപാതം നോക്കി അത് പ്രകാരം ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റ് അത് എടുക്കേണ്ടതാണ്. പിന്നെ ബാക്കിയുള്ള റീസൺസ് ഞാൻ പറഞ്ഞ പോലെ പ്ലൂറൽ ഡിസീസസും ചെസ്റ്റ് വാൾ ഡിസീസസും പിന്നെ ഉള്ളത് നമുക്ക് ഇഞ്ചുറീസ് കൊണ്ടുവന്ന ചെസ്റ്റ് വാൾ ഇഞ്ചുറീസ്, ഡയഫ്രമാറ്റിക് ഇഞ്ചുറീസ് ഒക്കെ കൊണ്ടുവരുന്ന ശ്വാസം മുട്ടാണ്. ഇതെല്ലാം സഡനായിട്ട് വരുന്ന കാര്യമാണെങ്കിലും ഇതെല്ലാം തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തേണ്ട സിറ്റുവേഷൻസ് ആണ്. അപ്പം ഇങ്ങനെ ഒരു ശ്വാസ തടസ്സം വന്നാൽ അത് നോക്കിയിരിക്കാം എന്ന് പറഞ്ഞ് നമുക്ക് ആസ്മയും COPDയും ആണെങ്കിൽ നമുക്ക് ഒരു ആസ്മ ആക്ഷൻ പ്ലാനോ അതനുസരിച്ചിട്ട് നമുക്ക് കുറച്ച് ട്രീറ്റ്മെന്റ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ബാക്കി ഉള്ള ആസ്മ രോഗികളല്ലാത്തവരും COPD ഒന്നും ഡയഗ്നോസ് അല്ലാത്ത പേഷ്യൻസിനും ശ്വാസതടസ്സം വന്നാൽ തീർച്ചയായിട്ടും അതൊരു എമർജൻസി സിറ്റുവേഷൻ ആയിട്ട് കരുതി തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്.